ഇത് ഞാനാടാ. മക്കളെ കുനിഞ്ഞു നിന്ന് വരുമെന്ന് ചോദിക്കാല്ലേ? അതൊക്കെ ചോദിച്ചാ ഇഷ്ടം കേട്ടാ. കത്തും പിന്നെ. എടാ ഞാൻ നിന്നോട് ചോദിക്കളിയാ, നിന്റെ അടുത്ത് വന്നിട്ട് മക്കളെ കുനിഞ്ഞു തരുമോ മക്കളെ എന്ന് ചോദിക്കാം. അപ്പൊ നീ കുനിഞ്ഞു നിന്ന് തരണേ. കളവന്റെ ശബ്ദം കേട്ടാ. കേട്ടാ കേട്ടാ, നീ അങ്ങനെ കുനിഞ്ഞു നിക്കണേ കളിയാ മുന്നിൽ വെച്ച്. അപ്പൊ തന്നെ കുഴിഞ്ഞിരിക്കൂലേ അളിയാ. ഓക്കെ ഓക്കെ ഓക്കെ. ചോദിക്കുന്ന താമസം ഇപ്പഴാണ് കേട്ടോ. നമ്മുടെ പയ്യൻ ആരും എടുത്തത് നമ്മുടെ വണ്ടി കേട്ടാ. എന്ത് ചോദ്യാടാ വിളിക്കൂലടാ. പോയിട്ട് വേടാ. ഇത് തങ്കനാടാ. മുത്തേ മക്കളെ വേറെ ജിഡി പോവാ. മാമനോട് ഉണ്ടായിരുന്നില്ലേയാ. മാമന് അടുത്ത മാസം ഒരു കമ്പാക്കി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മാമനൊക്കെ വീടില്ലല്ലേ, സിനിമാറ്റിക്സ് ചെയ്യുവാണല്ലേ അവൻ. ഇല്ലേ, ആൾക്കാര് കമ്പാക്കി ഗ്യാപ്പിലാണ് ആള്. ആ ഗ്യാപ്പ് ഒരു വീഡിയോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. നമുക്ക് സിറ്റിയിലടാ മറ്റൊരു ആന്റണിയെ മേടിച്ച് ഉമ്മർക്ക് ഗിഫ്റ്റ് കൊടുത്താലോ. മറ്റേ ആട് സിനിമയിലെ ആന്റണി. നമുക്ക് കഴുതൽ ഇറക്കിട്ട് ഉമ്മാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താലോ അളിയാ. വലിയ റിവ്യൂലോടൊക്കെ ചെയ്ത്. അത് എന്ത് പറയുന്നളിയാ. നമുക്ക് അവരോട് കൂട്ടുബന്ധം എന്ന് പറഞ്ഞ് കൂട്ടി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാം, അതോടുകൂടി നമുക്ക് നന്നായിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കഴുതേന് ഗിഫ്റ്റ് കൊടുത്താലോ. ഹലോ, എന്ത് പ്രശ്ന? ഉന്റെ അമ്മക്ക് വിഷമം 4 പ്രാവശ്യം ചത്തേന്റെ വിഷമം. ആ ഓക്കെ. ആ അല്ലടാ പോകുന്നേ ഡ്രസ് കിട്ടി. നീ വണ്ടി കറക്കം മാത്രമല്ല നിൽക്കൂലേ? നിർത്തൂല അവനെന്തേലും. നൈസായിട്ട് ആ കുട്ടി എങ്ങനെ വിളിച്ചോണ്ടിരിക്കാ. നമ്മളെ വിളിച്ചോണ്ട് നമുക്ക് കൊടുക്കാം. ഷെയ്ഖ് ജോസ് പെരേര പാപ്പന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. റൈബാൻ കൊടുക്കുന്നുണ്ടാടാ ധർമ്മ. വിളിച്ച ഫോൺ എടുക്കൂലല്ലോ നീ. ഇത് ചന്ദ്രബോസ് ടിവിയിലെ മക്കളെ കുനിഞ്ഞൊക്കെ തരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല ഇതൊന്ന് ഗാന്ധി മറ്റേ ഇതിന് പോണ കൊല്ലത്ത് മഞ്ഞ കിട്ടണില്ല. എടാ കണ്ണാപ്പി, എടാ നീ ലോറാപ്പിനൊന്ന് വിളിച്ച് പുറത്തിറക്കി തരാമെന്ന്.
എന്തൊരു കഷ്ടം. ഞാൻ ഇന്നത്തെ ദിവസം വിളിച്ചിട്ടില്ല. ഒന്ന് വിളിച്ചിട്ട് ഈ റിപ്പയറിലോട്ട്. അവളെ എന്തിനാ ചന്ദ്ര അവളെ ഇങ്ങനെ കൊണ്ട് ഞാൻ അരിയിലെ ദിവസം കൊണ്ട് ചന്ദ്രൻ ഇഷ്ടപ്പെടുവോ? നിനക്ക് എന്ത് ഇഷ്ടപ്പെടാ? നീ ആര്? മോശല്ലേ എന്തൊരു അവള് 24 മണിക്കൂർ ചത്താണ് കിടക്കുന്നത് ഇപ്പൊ. അല്ല കുട്ടി വന്നാ ജോസേ എന്ത് കുട്ടി? ബീരാൻകുട്ടിയാണോ ഇത്? ഇത് ബീരാൻകുട്ടിയാണോ? സംസാരിക്കണം ഓ ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? നമ്മളില്ല എന്തിനാ പെണ്ണന്റെ പത്രക്കാര് വലിയ പ്രശ്നക്കാവാനാണ് ഇത്. ഹലോ അത് പീടിയാണോ? പക്ഷെ പണ്ടിക്കത്ത് വേറെ ഇരിക്കുമ്പോഴോ നീ പിടിക്കാതെ പണ്ടിക്കത്ത് വേറെ ഇരിക്കുമ്പോഴോ പീടി വണ്ടിക്കത്ത് നമ്മളിവിടെ മുതുക്ക് ഞാൻ ഇവിടെ മുതുക്ക് ചന്ദ്രന്റെ കൂടെ. അതുകൊണ്ട് നമ്മളെ റിപ്പയറിലുണ്ട്. ഞാൻ ഇപ്പൊ കത്തു. അയ്യോ പിന്നെ പിണങ്ങല്ലേ ഹീരേന്ദ്ര ഉണ്ടായിക്കണേ. നീ എന്താ ഫോൺ എടുക്കാത്തെ? ആര് വിളിച്ച്? ഞാൻ വിളിച്ചു. നമ്പർ എത്ര എന്റെ? എനിക്കറിയാൻ പാടില്ല. നിന്റെ നമ്പർ എത്ര നിനക്കറിഞ്ഞൂടെ? നമുക്ക് ഫാൻസി നമ്പർ ഒന്നും ഇല്ലേ? അവസാനം എത്ര? രായ ഇതാരിത്? അതാര്? അത് ദൈവമായിട്ട് പറഞ്ഞം. ഇതെന്താണ് അസ്ഥി കൂടാക്കട്ടെ പറഞ്ഞ? അസ്ഥി കൂടെ വരുമ്പോ നമുക്ക് മനുഷ്യർക്ക് പേടിയാ. മനുഷ്യർക്ക് പേടിയാ അസ്ഥി കൂടത്തിന്. ഒരു ഏടിയില്ല തള്ള ഇല്ല സോറി ഇത് പെണ്ണിന്റെ അസ്ഥി കൂടാണ് ആണിന്റെ അസ്ഥി കൂടാണത്. ജനറ്റിക്കലി ഇല്ലെന്ന് അറിഞ്ഞൂടെ? ഇതിലൊന്ന് തപ്പി നോക്കിയാ പോലും ഒരു മുട്ട കാണത്തില്ലല്ലോ. തൂറിയിട്ട് കഴിവേണീറ്റ് പോകും. കിട്ടിയ കണ്ണാപ്പി പോകാൻ പറ. ഞാനും അതുകൊണ്ട് കേറിയെങ്കിൽ ഇരിപ്പുറപ്പിച്ചു അല്ലേ? വണ്ടി റോഡിൽ കഴിഞ്ഞാടാ കണ്ണാപ്പി തൂർണ്ണ കണ്ടില്ലേ? വാഴയില് മേടിച്ചോണ്ടോ? മ്ലേച്ഛമായ സംസാര ശൈലി. എന്താ ഇവരിങ്ങനെ? ഞാൻ തൂറിയിട്ട് നിങ്ങൾക്ക് 2 മുട്ട വന്നില്ലല്ലോ. കണ്ണാപ്പി 3 റബ്ബോച്ചി 0. അപ്പൊ തൂറിയത് കൂടെ കൂട്ടും. മ്ലേച്ഛമായിട്ടുള്ള സംസാരിക്കാത്ത മ്ലേച്ഛമായിട്ട് എങ്ങനെ അടിഞ്ഞ് സംസാരിക്കണം? ഓ ഇവിടെ ഇതുണ്ടോ? എന്താമത്തെ പരിപാടി ഒന്നും മുത്തിന്റെ പേരെന്താ? നമ്മ പേര് അമ്പി. ஐயா உங்க பேர் എന്താ? ഹലോ അയ്യാ പേരെന്താ? ഏത് ഷേക്ക്? ഇത് ബാബ മക്കളെ മുടിയുള്ള മക്കളുടെ പേരെന്താ? എന്റെ പേര് മക്കളുടെ പേരെന്താ? മാക്കപ്പൻ. മാക്കപ്പ ഒന്ന് കുനിഞ്ഞു തരുവോ? മാക്കപ്പ പാപ്പന് കുനിഞ്ഞിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഫുഡ് ഉണ്ടാവോ പാപ്പ?
ഗോക്കു ഡേ ഗോക്കു ഗോക്കു എരുമ മാട് പന്നി വായോ പ്ലീസ് എവിടെ എവിടെ ആ ഓക്കെ ഞാൻ റൂം ഏത് റൂം എന്ത് റൂം പറ സ്കേറ്റ് പാർക്ക് വാ കീരി അതൊക്കെ ഇല്ല എടുത്തിട്ട് പോയി കാണാം